യുവർ ഓണർ, എൻ്റെ കക്ഷിയായ എറീന അലക്സാൻഡ്രോ യൂസഫയ്ക്കെതിരെ കടുത്ത അന്യായമാണ് നടന്നിരിക്കുന്നത്. യുവർ ഓണർ, കടുത്ത അന്യായമാണ് നടന്നിരിക്കുന്നത്. മെട്രോ ഗോൾഡ് വാൻ മേയർ പിക്ചേഴ്സ് ലിമിറ്റഡ് എന്ന ഫിലിം പ്രൊഡക്ഷൻ കമ്പനി റെസ്പൂട്ടിൻ ദ മാഡ് മോങ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു ക്യാരക്ടറുണ്ട്, നതാഷ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. റഷ്യൻ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഈ റെസ്പൂട്ടിൻ്റെ കഥയിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് എൻ്റെ കക്ഷിയായ അലക്സാൻഡ്രോ യൂസഫോയാണെന്നുള്ളൊരു കാര്യം. അതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈ റെസ്പൂട്ടിൻ്റെ ജീവിതകഥ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ റെസ്പൂട്ടിൻ നതാഷയെ അതികൊടൂരമായ രീതിയിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, റേപ്പ് ചെയ്യുന്നതും നഗ്നത പ്രദർശനവും ഇവയെല്ലാം തന്നെയുണ്ട്. അതൊക്കെ തന്നെ എൻ്റെ കക്ഷീനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഇവർ ഇറക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഓർമ്മ. അതുവഴി എൻ്റെ കക്ഷീൻ്റെ ക്യാരക്ടർ അസോസിയേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവർ ക്യാരക്ടർ അസോസിയേഷൻ മനഃപൂർവ്വമാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവർ മനഃപൂർവ്വം ആയതിനാൽ ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു സംഭവം വഴി എൻ്റെ കക്ഷിയുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചിരിക്കുകയാണ്. ആയതിനാൽ ഡിഫമേഷൻ പ്രകാരം ഇവർക്കെതിരെ കടുത്ത നിയമ നടപടികളോട്ട് കടക്കണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. യുവർ മാത്രവുമല്ല, അങ്ങനെയാണെങ്കിൽ കൂടെ ഇതൊരു സ്ലാൻഡർ ഡിഫർമേഷനാണ്. എൻ്റെ പ്രിയപ്പെട്ട എതിർഭാഗം വക്കീൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ. കാരണം ഇതെല്ലാം അഡ്രസ്സബിൾ ടു ഇയർ മാത്രമാണ്. അതായത് ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഡിഫർമേഷൻ നടത്തിയാൽ അത് ഇംഗ്ലീഷ് നിയമപ്രകാരം ഒരിക്കലും കുറ്റമാകത്തില്ല. യുവർ ആയതിനാൽ ഈ കേസ് എല്ലാ അർത്ഥത്തിലും തള്ളിക്കളയണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. ഇതൊരിക്കലും ലൈബിൾ ഡിഫർമേഷൻ വിഭാഗത്തിൽ വരുന്ന ഒരു കുറ്റകൃത്യമല്ല. ഇതൊരു സ്ലാൻഡർ വിഭാഗത്തിൽ പെടുന്ന കുറ്റകൃത്യം മാത്രമാണ്. ആയതിനാൽ എൻ്റെ എതിർഭാഗം വക്കീൽ പറഞ്ഞ എല്ലാ വാദഗതികളും നിസ്സംശയം തള്ളിക്കളയണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ എല്ലാ കൊച്ചു കുട്ടികൾക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. റെസ്പൂട്ടിൻ എന്ന് പറയുന്ന ഒരാൾ റഷ്യൻ റോയൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. സ്വാഭാവികമായും ആളുടെ കഥ ആ ഒരു രാജകുടുംബവുമായി ബന്ധപ്പെട്ട കഥാപശ്ചാത്തലം വരുമ്പോൾ അതിലെ ക്യാരക്ടറും റഷ്യൻ റോയൽ ഫാമിലിയുമായുള്ള ആളുകളുമായി ബന്ധിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. ഇതിൽ നതാഷ എന്ന് പറഞ്ഞൊരു പേര് മാത്രമേ അവർ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി സിറ്റുവേഷൻസും സാഹചര്യങ്ങളും എല്ലാം തന്നെ അവർ റഷ്യൻ റോയൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട കഥയായി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലെ ക്യാരക്ടറായ നതാഷ അലക്സാൻഡ്രോ യൂസഫോയാണെന്ന് കണ്ടെത്താനായിട്ട് വലിയ രീതിയിലുള്ള മഷിനോട്ടമോ മറ്റു പ്രയോഗങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇവരാണ് വെറും സാമാന്യമായ ബോധം പറ്റി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് സ്ലാൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഡിഫമേഷനാണ്. അതുകൊണ്ട് ഇതൊരിക്കലും മുഖവിലിക്കെടുക്കാൻ പറ്റത്തില്ലെന്നാണ്. ഐ വോണ്ട് ടു സേ വൺ particular thing that it is not only addressed to the ear but also it is addressed to the eye. സിനിമ എന്ന് പറയുന്നത് കേൾക്കുക മാത്രമല്ല, നമ്മൾ കാണുകയും കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് ലൈബിൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊടൂരമായ ഡിഫമേഷൻ ക്രൈമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആയതിനാൽ തക്കതായ നിയമ നടപടികളിലോട്ട് കിടക്കണമെന്നോ മെട്രോ ഗോൾഡ് വൈൻ മേയർ പിക്ചേഴ്സ് ലിമിറ്റഡിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ആക്ച്വലി ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇതൊരു ലൈബിൾ ആണോ സ്ലാൻഡർ ആണോ എന്നുള്ളൊരു കേസാണ് ഇപ്പോൾ നടന്നത്. അതായത് ലൈബിൾ എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മളൊരു വ്യക്തിഹത്യ നടത്താനും അതായത് ഡിഫമേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേസമയം സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത്, അഡ്രസ്സബിൾ ഓൺലി ടു ദി ഇയർ. നമ്മളൊരാളെ കുറിച്ച് സ്ലാൻഡർ അതായത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നമ്മൾ വാക്കുകൾ കൊണ്ട് അതിങ്ങനെ മൗത്ത് പബ്ലിക്കേഷനാണ്, ഗോസിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് ഒരിക്കലും ഒരു പോസ്റ്ററോ മറ്റു തരത്തിലുള്ള പെർമനൻറ്റ് ഫോമായിട്ടുള്ളൊരു കാര്യത്തിലോട്ടോ കിടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സിനിമയിലുള്ള ക്യാരക്ടർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും, അത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകും എന്നുള്ളൊരു വാദം കോടതി അംഗീകരിക്കുകയും, മാത്രവുമല്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക മാത്രമല്ല കേൾക്കുക മാത്രമല്ല, നമ്മൾ കാണുകയും കൂടെ ചെയ്യുകയാണ്.
അപ്പോൾ സ്വാഭാവികമായും ലയബിൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡിഫർമേഷൻ, ലയബിൾ ഡിഫർമേഷനിലോട്ട് കടന്നു വരുന്നത് കൊണ്ട് തന്നെ കോടതി മെട്രോ ഗോൾഡ് വൈൻ മേയർ പിക്ചേഴ്സ് ലിമിറ്റഡിന് 25,000 പൗണ്ട്, അന്ധകാലത്ത് 25,000 പൗണ്ട്, 1932 to 1935 ഈ കേസിന്റെ വിധി വരുന്നത്. 25,000 പൗണ്ട് ആണ് ഫൈനായിട്ട്, പിഴയായിട്ട് വിധിച്ചിട്ടുള്ളത്. അത് അലക്സാൻഡ്രോ യൂസഫോയ്ക്ക് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്ത്യയിൽ സ്ലാൻഡർ എന്ന് പറയുന്ന സ്ലാൻഡർ ഡിഫർമേഷൻ ഈസ് ഓൾസോ എ ക്രിമിനൽ ഒഫൻസ്. സെക്ഷൻ 354 BNS പ്രകാരം, നേരത്തെ IPC ആയിരുന്നു, ഇപ്പോൾ BNS പ്രകാരം സെക്ഷൻ 354 പ്രകാരമാണ് ഇതൊരു ഡിഫർമേഷനായിട്ട് കണക്കാക്കുന്നത്. ഇവര് അതായത് ഡിഫർമേഷന് നമുക്ക് സ്ലാൻഡറും ലയബിളും എല്ലാം ശിക്ഷാർഹമാകുന്ന തരത്തിലുള്ള ഡിഫർമേഷൻ തന്നെയാണ് സെക്ഷൻ 354 പ്രകാരം ഇന്ത്യൻ BNS ഭാരത നിയമ സംഹിത പ്രകാരം കുറ്റകരം തന്നെയാണ്. നേരത്തെ IPC ആയിരുന്നു, ഇപ്പോൾ BNS ആയിരുന്നു.